ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലതും മനോഹരമായൊരു പ്രഭാതം സ്വർഗത്തിൽ നല്ല നാഥൻ നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾക്ക് ദൈവനാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ചിന്തിക്കാനായിട്ട് ഉള്ള ഒരു ഭാഗത്തിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം പ്രകാരമാണ്: പുരാതനമേ ശബത്ത് ആചരിക്കപ്പെട്ടിരുന്നു, ഇന്നും ആചരിക്കപ്പെടുന്നു. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നൽകുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 14 അധ്യായം 7 മുതൽ 12 വരെയുള്ള ഭാഗമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 7 മുതൽ 12 വരെയുള്ള ഭാഗമാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ നമുക്ക് കൈക്കൊള്ളാം. പ്രവാചകൻ മറയ്ക്കപ്പെട്ട ഉത്തരവിനെ അല്ലെങ്കിൽ ആജ്ഞയെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും, കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എടുത്തു പറയുക, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാതിൽ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാതിൽ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റ് ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്ന എന്ന് പ്രവാചകനിലൂടെ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ യെശയ്യാവിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. യെശയ്യാപ്രവചനം 58 അധ്യായം 12 മുതൽ 14 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ വായിച്ചത്. സ്തോത്രം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മറയ്ക്കപ്പെട്ട ഒരു ഉത്തരവ് അല്ലെങ്കിൽ ആജ്ഞയെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ്? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങൾ പണി. അപ്പോൾ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുകയും തലമുറമായി കിടക്കുന്ന അടിസ്ഥാനം നീ കെട്ടിപ്പൊക്കുകയും ചെയ്യും. ഈ സന്തതി ദൈവവചനപ്രകാരം ഇങ്ങനെ ചെയ്യണമെങ്കിൽ പുരാതനമേ അവൻ ശബത്ത് ആചരിക്കപ്പെട്ടിരിക്കുന്നവനും മാത്രമല്ല ഇന്നും ആചരിക്കപ്പെടുന്നവരുമായിരിക്കണം. ഇവന് മാത്രമേ സ്വർഗത്തിൽ സ്ഥാനമുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവന് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഇവൻ മാത്രമേ, ഈ വ്യക്തികൾ മാത്രമേ, ഈ ദൈവങ്ങൾ മാത്രമേ പുരാതനമായി ശൂന്യമായി കിടക്കുന്നതിനെ എന്ത് ചെയ്യുള്ളൂ? പണിയുകയും മാത്രമല്ല തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുവാൻ സാധിക്കുന്നത്. പുരാതനമായി ദൈവത്തിൻ്റെ ശബത്ത് അന്നും ഇന്നും അനുസരിക്കുന്നവർക്കുള്ള ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. പ്രിയ ദൈവമക്കളെ, നാം എവിടെയാണ് നിൽക്കുന്നത്? നാം എങ്ങനെയാണ് ആരാധിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നത്? ഏത് ദിവസമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? നോക്കണം. ശബത്ത് അനുഷ്ഠിക്കുന്ന ദൈവമക്കളുടെ വലിയ അനുഗ്രഹം പറഞ്ഞാൽ തീരാത്തതും, ഒരു മനുഷ്യനത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ലാത്ത പ്രൗഢ ഗംഭീരമായ അനുഗ്രഹത്തിന് ഉടമയാക്കി തീർക്കുന്ന ദൈവം, ശബത്ത് അനുഷ്ഠിക്കുന്ന ദൈവമക്കളുടെ വാഗ്ദത്തം, ശബത്ത് അനുഷ്ഠിക്കുന്ന ദൈവമക്കളുടെ നിത്യത, നിത്യ അവകാശം, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇത് നാം എന്ത് ചെയ്യണം? അണുവിട തെറ്റാതെ നാം അനുസരിക്കേണ്ടവരാണ്. സ്രഷ്ടാവിൻ്റെ വിശ്രമം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും വിശുദ്ധീകരിക്കപ്പെട്ട ശബത്തിന് പരിശുദ്ധമായ ഏദനിൽ ആദാം ഒരുപക്ഷെ നിഷ്കളങ്കാവസ്ഥയിൽ ആചരിച്ചിരുന്നു. ഏദൻ പർദീസയിൽ ആദാം തൻ്റെ കുടുംബവും ശബത്ത് അനുഷ്ഠിച്ചിരുന്നു. പാപമംഗലമായ ജീവിതം നഷ്ടപ്പെട്ടു, പാപമംഗലമായ ജീവിതത്തിൽ അകപ്പെട്ടു പോയുവെങ്കിലും അദ്ദേഹം പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു? ശബത്ത് ആരാധിച്ചിരുന്നു എന്ന് വേദപുസ്തകം. ആദാം മുതൽ നോഹയുടെ കാലം വരെയും അത് തുടർന്നുള്ളതായി പ്രവാചകന്മാരെല്ലാവരും ശബത്ത് അനുഷ്ഠിച്ചിരുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അവസാനമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്,
വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നിത്യസുവിശേഷത്തോടുള്ളതായ ബന്ധത്തിൽ വെളിപ്പാട് 14 നൽകപ്പെട്ടിരിക്കുന്ന ഈ സത്യങ്ങൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ സഭ അവിടുത്തെ പ്രത്യക്ഷയുടെ സമയത്ത് തിരിച്ചറിയപ്പെടും. യേശുവിൻ രണ്ടാം വരവിൽ സഭ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 14 അധ്യായം പറഞ്ഞിരിക്കുന്ന ആ നിത്യസുവിശേഷം അനുസരിക്കുന്നവരെ ദൈവം വെളിപ്പെടുത്തും. ആ യേശുവിൻ്റെ വരവിൽ ആ നിത്യതയിൽ അവർ കാണപ്പെടും. അങ്ങനെയെങ്കിൽ പ്രേക്ഷകരായി നിങ്ങൾ വിശുദ്ധ ശബദിനെ മാത്രം അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവകൽപ്പന യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊണ്ട് ആ യേശുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുവോ? അതിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, ലഭിച്ച സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം. പുരാതനമേ ശബദ് ആചരിക്കപ്പെട്ടിരിക്കുന്നു, ഇന്നും അത് ആചരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശബദുകളെ വിശുദ്ധീകരിപ്പീൻ എന്ന് ദൈവം മിസ്രൈമിലെ ജനത്തോടും ഇപ്രകാരം പറഞ്ഞു. ദൈവമേ, അത് ആചരിച്ചുകൊണ്ട് ദൈവകൽപ്പന യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊണ്ട് നിത്യതയിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.